ഹലോ, വെൽക്കം ബാക്ക്. അൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഓൺലൈൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് ക്ലാസ്സിൽ പറയുവാനുള്ളത് പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയേണ്ടായി, നമ്മൾ ഒരുപാട് പുതിയ ആളുകൾ നമ്മുടെ സ്കൂളിലുണ്ട്. അവരുടെ പാരൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ ക്ലാസ് നടത്തുകയാണ്. ഇന്ന് പറയുവാനുള്ളത്, നമ്മൾ സാധാരണ പറയാണ്, ഇതൊരു പെൻസിലാണ്, അല്ലെങ്കിൽ ഇതൊരു പുതിയ ഇൻസ്ട്രുമെൻ്റാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ മൊബൈൽ ഫോണാണ്. അങ്ങനെ നമ്മൾ പറയേണ്ടത് ഇത് ആണ്. ഉദാഹരണം, ഇത് ഒരു മൈക്ക് ബോക്സ് ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ ഇത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ദിസ് ഈസ് a mic box. This is a pen. This is a book. This is a bag. ഇതൊരു ബാഗാണ്. This is a bag. ഇതൊരു ബാഗാണ്. This is a book. This is a car. This is a toy. ഇതൊരു ടോയ് ആണ്. നമുക്കത് പറഞ്ഞ് പരിശീലിക്കാൻ പറ്റും. ഇതാണ് this is a book. എന്നാൽ അത് പറയുന്നതോടുകൂടെ തന്നെ അത് എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ അത് ഒരു ബുക്കാണ് എന്ന് പറയണമെങ്കിൽ ദിസ് എന്നുള്ളതിന് പകരം ദാറ്റ് ഈസ് എ ബുക്ക്. ദാറ്റ് ഈസ് മൈ സ്കൂൾ. അതെൻ്റെ സ്കൂളാണ്. ദാറ്റ്സ് എ ബുക്ക്. ദാറ്റ്സ് എ സ്കൂൾ. ദാറ്റ്സ് എ മൊബൈൽ ഫോൺ. ദാറ്റ്സ് എ കലണ്ടർ. ദാറ്റ്സ് എ വിൻഡോ. അതൊരു വിൻഡോ ആണ്. അങ്ങനെ പറയാം. ഇതിൽ തന്നെ അടുത്തൊരു ഭാഗം നമുക്ക് നോക്കാം. ഇത് ഒരു മൈക്ക് ആണ് എന്ന് പറയുമ്പോൾ കൂടുതൽ വരികയാണ്, അല്ലെങ്കിൽ ഇത് മൈക്കുകളാണ്, അല്ലെങ്കിൽ ഇത് ഫോണുകളാണ്, ഇത് ടോയ്സ് ആണ്. കൂടുതലാണെങ്കിലോ, ഇപ്പോൾ ദിസ് എന്നുള്ളത് നമ്മൾ കൂടുതലാണെങ്കിൽ പറയുമ്പോൾ ദീസ് എന്ന് വരും. THESE. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ദിസ് ഈസ് എന്ന് പറഞ്ഞപ്പോൾ ഇതിന് പകരം ഇവിടെ ദീസ് ആർ ബുക്സ്. ശ്രദ്ധിക്കണം, ദീസ് ആർ ബുക്സ്. ദീസ് ആർ മൈ ബുക്സ്. ദീസ് ആർ മൈ പെൻസ്. എന്നാൽ അത് എന്ന് പറഞ്ഞില്ല, ദാറ്റ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞതിന് പകരം അത് കൂടുതലാണെങ്കിലോ, അപ്പോൾ അവ എന്ന് പറയണം. മലയാളത്തിൽ എങ്ങനെ പറയുന്നത്? അപ്പോൾ ദാറ്റ് എന്നുള്ളതിന് പകരം ദോസ്. THOSE. Those are books. Those are toys. അത് ടോയ്കളാണ്. This is, that is, these are, those are. ഇങ്ങനെ 4 കാര്യം ഇന്നൊന്ന് പഠിച്ചു വെച്ചാൽ മതി. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.